സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി തയ്യാറെടുക്കുകയാണ്. നിലമ്പൂരിനെ കുറിച്ചാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി. വോട്ടർ പട്ടികയ്ക്ക് അന്തിമരൂപം നൽകണമെന്നും മെയ് 5-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. പി ആർ സുനിൽ, ആർ റോഷിപാൽ, അഷ്കർ അലി കരിമ്പ എന്നിവർ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം പി ആർ സുനിലേക്ക്. പി ആർ സുനിൽ, മെയ് 5 വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള അടുത്ത ആഴ്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിൽ കാണാമോ? സുജിയ, തീർച്ചയായും മെയ് 5-ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ സുജിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കേരളത്തിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു ഡ്രസ് റിഹേഴ്സൽ തന്നെയായി മാറും നിലമ്പൂരിലെ വോട്ടെടുപ്പ് എന്ന കാര്യത്തിൽ, തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നത് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനുള്ളതാണ്. 8 മണ്ഡലങ്ങളിലാണ് വിവിധ സംസ്ഥാനങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിനു പുറമെ ഗുജറാത്തിലും ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ മറ്റ് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് 8 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഈ കേരളത്തിൽ മെയ് 5-ന് കേരളം ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും മെയ് 5-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാനുള്ള നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. മെയ് മാസത്തിൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. കാരണം അവധിക്കാലമാണ്. അപ്പോൾ അവധിക്കാലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന നടപടികളിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുക. ഏതായാലും വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അപ്പോൾ മെയ് 5 എന്നുള്ള തീയതി നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആർ റോഷിപാൽ, കോൺഗ്രസ്, UDF ഇതിന് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സുവർണ അവസരമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? സുജയ പാർവതി, ഒന്ന്, നിലമ്പൂർ മണ്ഡലം 2 ടേമിന് ശേഷം അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് UDF കാണുന്നത്. PV അൻവർ CPM നേതൃത്വവുമായി ഉടക്കി UDF പാളയത്തിലേക്ക് എത്തുമ്പോൾ PV അൻവറിലൂടെ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ VS ജോയിയുടെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നു. അതിന് പിന്നാലെ തന്നെ അവിടെ വോട്ട് ചേർത്ത് സജീവമായി മുന്നോട്ട് പോകുന്നു. എല്ലാ തരത്തിലും പാർട്ടി ബൂത്ത് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഒക്കെ പുനഃസംഘടിപ്പിച്ച് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന് ഇടയിലാണ് ഇന്നലെ രാത്രിയോട് KPCC അധ്യക്ഷൻ K സുധാകരൻ മണ്ഡലത്തിന്റെ ചുമതല AP അനിൽകുമാറിന് നൽകിയത്. മുൻ മന്ത്രിയും ഒപ്പം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ് AP അനിൽകുമാർ. മലപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് കൂടിയ അനിൽകുമാറാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നേരത്തെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പിന്നീട് പാലക്കാടും അവലംബിച്ച ആ പ്രവർത്തന രീതി അത് നിലമ്പൂരിലും ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരു അന്തിമ കൂടിയാലോചനയിലേക്ക് എത്തിയില്ലെങ്കിലും പ്രാരംഭമായ അനൌദ്യോഗിക ചർച്ചകൾ പാർട്ടിക്ക് നേരെ നിലമ്പൂരിലേക്ക് ഒന്ന് പോകാം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി കരിമ്പ. നിലമ്പൂർ എന്ന് പറയുമ്പോൾ PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അൻവർ ഫാക്ടർ എത്രത്തോളം നിർണായകമാകും എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. UDF-ന് ആ മണ്ഡലം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിനും അൻവറിനും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അൻവറിന്റെ ഒരു പൊസിഷൻ തന്നെ മാറില്ല. സുജയ, അൻവറിന്റെ ഭാവി നിലമ്പൂരിലെ വിധിയെഴുത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇടതുപക്ഷവുമായി ഉടക്കി പിരിഞ്ഞ് നിലമ്പൂരിൽ UDF-ന് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകി വെക്കുന്നതുമൊക്കെ തന്നെ PV അൻവറാണ്. സ്വാഭാവികമായും അൻവറിന്റെ കൂടി ഭാവി ഈ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് വിധിയോടൊപ്പം ഉണ്ടാകുമെന്ന് പറയേണ്ടി വരും. അൻവർ ഇല്ലാതെയും ഇടതുപക്ഷം ആ മണ്ഡലം നിലനിർത്തിയാണെങ്കിൽ സ്വാഭാവികമായും അത് PV അൻവറിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയും ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ നിലനിർത്താനുള്ള ഇല്ലെങ്കിൽ അവരുടെ കോട്ടയെ തന്നെ അവകാശപ്പെടാനുള്ള ഒരു വിലയിരുത്തലായി മാറും. അതേസമയം അൻവറിലൂടെ അത് UDF പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അൻവറിന്റെ ഒരു തേരോട്ടമായിരിക്കും പിന്നീട് നിലമ്പൂരി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൻവറിന്റെ വാക്കുകൾക്ക് ഇല്ലെങ്കിൽ അൻവർ ഇടതുപക്ഷത്തോടുള്ള നടത്തുന്ന യുദ്ധത്തിൽ അൻവറിന് കുറച്ചുകൂടി മേൽക്കൈ നേടുന്ന രീതിയിലേക്ക് ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയും ചെയ്യും. സ്വാഭാവികമായും നിലമ്പൂരിൽ 3 മുന്നണികളുടെ പോരാട്ടത്തിനൊപ്പം തന്നെ PV അൻവറിന്റെ ഭാവി കൂടിയാണ് നിലമ്പൂരിലേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDF-ലാണെങ്കിൽ ഒന്നുകിൽ VS ജോയ് ഇല്ലെങ്കിൽ ആര്യാടൻ ചൊക്കത്ത് രണ്ടിലൊരാൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഏകദേശം
ഏകദേശം ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ സ്ഥാനാർത്ഥി തർക്കമുണ്ടാകുമെന്നും അതിലൊരു മുതലെടുപ്പിന് ഇല്ലെങ്കിൽ അതിലൊരു സ്ഥാനാർത്ഥി തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയടക്കം കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷം കാത്തിരിക്കുന്നത്. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുമായി സജീവമായി നിൽക്കുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തന്നെ കൂടി ചേർന്നുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള നിലമ്പൂരിൽ ഇപ്പോൾ താമസിച്ചു വരികയും കൂടി ചെയ്യുന്ന നിലമ്പൂരുകാരനായിട്ടുള്ള എം സ്വരാജിനാണ് മണ്ഡലത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. ഈ എം സ്വരാജ് തന്നെ ഒരുപക്ഷെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയും ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ബി.ജെ.പിയും ഒന്നുകിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രശ്മിനാഥോ, അതല്ലെങ്കിൽ നേരത്തെ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായി മത്സരിച്ച നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവരെ അവിടെ മത്സരിക്കാനുള്ള സാധ്യത ആരായുന്നുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു തീപ്പാറുന്ന പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ട്രയൽ റണ്ണായി തന്നെ നിലമ്പൂരിൽ അരങ്ങേറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സുജിയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയും ആർ റോഷിപാലും പി ആർ സുനിലുമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ്. മെയ് മാസത്തിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്.